വള്ളുവനാടൻ ഗ്രാമങ്ങളിലും സമീപ പ്രദേശങ്ങളിലും കുംഭം മീനം മാസങ്ങളിൽ പെരുവണ്ണാൻ വണ്ണാൻ സമുദായക്കാർ കെട്ടിയാടുന്ന പരമ്പരാഗതമായ ഒരു ക്ഷേത്രകലയാണ് പൂതനും തിറയും. കാലിൽ ചിലമ്പുകളും അരയിൽ മണികളോടും കൂടിയുള്ള പൂതനും തിറയും. പൂതൻ തിറ കേരളത്തിൽ ഭാരതപ്പുഴയുടെ ഇരുകരകളിലുമുള്ള പ്രദേശങ്ങളായ പഴയ വള്ളുവനാടൻ പ്രദേശങ്ങളിലും പഴയ കൊച്ചി രാജ്യത്തിൻ്റെ വടക്കുഭാഗം ഇന്നത്തെ തൃശ്ശൂർ ജില്ലയിൽപ്പെടുന്ന പ്രദേശങ്ങളിലുമുള്ള കാവുകളിലെ ഉത്സവങ്ങളുടെ ഭാഗവുമായി നടത്തിവരുന്ന ഒരു നാടൻ കലാരൂപമാണ് പൂതൻ തിറ. ഈ കലാരൂപത്തെ പൂതനും തിറയും എന്നും അറിയപ്പെടുന്നു. അടിസ്ഥാന ജനവിഭാഗങ്ങളിൽപ്പെടുന്ന മണ്ണാൻ സമുദായത്തിലെ ആണുങ്ങളാണ് പ്രധാനമായും തിറ എന്ന വേഷം കെട്ടാറുള്ളത്. ഉത്സവകാലമായാൽ പൂതനും തിറയും വീടുകൾ തോറും കയറിയിറങ്ങി തട്ടകവാസികളെ അനുഗ്രഹിക്കുന്ന ഒരു ആചാരമാണിത്. മഹാകവി ഇടശ്ശേരിയുടെ പൂതപ്പാട്ട് ഈ അനുഷ്ഠാനത്തോട് സാമ്യം പുലർത്തുന്ന കഥാതന്തുവാണ്. തെക്കൻ മലബാറിലെ അനുഷ്ഠാന കലാപരൂപമായ തിറയാട്ടവുമായി വള്ളുവനാട്ടിലെ ഈ പൂതൻ തിറയ്ക്ക് സാമ്യമില്ല. പൂതൻ തിറയുടെ ഐതിഹ്യം. വടക്കൻ കേരളത്തിലെ തെയ്യങ്ങൾ, തെക്കൻ കേരളത്തിലെ പടയണി, മുടിയേറ്റ് എന്നിവ പോലെ വള്ളുവനാടൻ ഗ്രാമീണ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയ അനുഷ്ഠാനപരമായ നാടൻ കലാരൂപമാണ് പൂതൻ തിറ. വ്യക്തി ലോകനന്മയ്ക്കായി നടത്തുന്ന സമർപ്പണവും അതിൻ്റെ പ്രതിക്രിയയായി സമൂഹം വ്യക്തിക്ക് നൽകുന്ന വരദാനവും ഈ അനുഷ്ഠാന കല പ്രതിനിധാനം ചെയ്യുന്നു. മതപരമായ ആചാരാനുഷ്ഠാനം, ദേവീപൂജ, കുലത്തൊഴിൽ എന്നിവയുടെ വളക്കൂറിൽ വളർന്ന് പ്രാചീന കാലത്ത് ഏറെ ശ്രദ്ധിക്കപ്പെടുകയും പിൽക്കാലത്ത് അവഗണിക്കപ്പെടുകയും ചെയ്തു പോന്ന ഒരു കലയാണിത്. സവർണനെന്നോ അവർണനെന്നോ വ്യത്യാസമില്ലാതെ വള്ളുവനാട്ടിലെ ഹൈന്ദവ ഗൃഹങ്ങളിൽ പൂതൻ തിറ കെട്ടിക്കളിക്കാറുണ്ട്. ബ്രഹ്മാവിൻ്റെ വരദാനത്തിൽ അഹങ്കാരിയായ ദാരികൻ ഋഷിമാരെയും ദേവന്മാരെയും മനുഷ്യരെയും ഉപദ്രവിക്കുവാൻ തുടങ്ങി. ഒടുവിൽ ദാരിക നിഗ്രഹത്തിനായി ശിവൻ ഭദ്രകാളി എന്ന ദേവതയെ സൃഷ്ടിച്ചു. അവതാര ഉദ്ദേശം നിറവേറ്റുന്നതിനായി ഭദ്രകാളി വേതാള വാഹനത്തിലേറി തിറഭൂതാദികളുടെ അകമ്പടിയോടെ യുദ്ധക്കളത്തിലെത്തി. ദാരികവധം കഴിഞ്ഞ ശേഷം ദേവി വേതാള വാഹനത്തിൽ മുന്നിലും തിറഭൂതാദികൾ പിന്നിലുമായാണ് തിരിച്ചു വന്നിരുന്നത്. ഈ യാത്രയെ അനുസ്മരിപ്പിക്കുന്നതാണ് പൂതൻ തിറ കളി എന്നാണ് ഐതിഹ്യം. വള്ളുവനാട്ടിലെയും അതിൻ്റെ സമീപ പ്രദേശങ്ങളിലെയും തലപ്പിള്ളി, വന്നേരി, പാലക്കാട്ടുശ്ശേരി എന്നിവിടങ്ങളിലെയും ദേവീക്ഷേത്രങ്ങളോടനുബന്ധിച്ച് പെരുമണ്ണാൻ മണ്ണാൻ സമുദായക്കാരാണ് ഈ നാടൻ കലാരൂപമായ പൂതനും തിറയും കെട്ടിയാടുന്നത്. മുഖത്ത് കോലം വെച്ച് വാദ്യതാള മേളങ്ങൾക്കനുസരണമായി നൃത്തം ചെയ്തുകൊണ്ട് കാണികളെ ആനന്ദത്തിൽ ആടാടിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ദേവീക്ഷേത്രങ്ങളിലെ വേലപൂരങ്ങളോടനുബന്ധിച്ച് പൂരത്തിന് 8-10 ദിവസം മുമ്പ് മുതൽ ഇവർ വേഷമണിഞ്ഞ് അതാത് ദേശങ്ങളിലെ എല്ലാ വീടുകളിലും എത്തി കളിക്കുന്നു. കൂട്ടിന് തുടിമേളവും ഉണ്ടായിരിക്കും. പൂതത്തിന് വർണ്ണാഭമായ വസ്ത്രങ്ങളും തലയിൽ കുട്ടികൾക്ക് ഭയം ജനിക്കുന്ന മട്ടിൽ ഉന്തി നിൽക്കുന്ന നാക്കും ഉണ്ടക്കണ്ണുമുള്ള മുഖംമൂടിയോടുകൂടിയ കിരീടവും ഉണ്ടാകും. തിറയ്ക്ക് തലയിൽ കയറ്റി വെച്ച് വഹിക്കുന്ന വളരെ വലിപ്പമുള്ള കിരീടം മാത്രമാണ് ഉണ്ടാവുക. വലിപ്പം കൂടിയതിനാൽ മുടിയുടെ രണ്ടറ്റങ്ങളിലും ഓരോ മുണ്ടിൻ്റെ അറ്റം ബന്ധിച്ച് മറ്റേ അറ്റങ്ങൾ കൈകളിൽ പിടിച്ച് തുലനം ചെയ്തുകൊണ്ടാണ് ഇവർ നൃത്തം ചെയ്യുന്നത്. തിറയുടെ മുഖത്ത് അരിമാവ് കൊണ്ട് മറ്റും ചായം തേച്ചിരിക്കും. അരളിപ്പൂക്കൾ കൊണ്ടുള്ള അമ്പിളിപ്പൂമാലയും തിറ ധരിച്ചിരിക്കും. ഭൂതത്തിനും തിറയ്ക്കും കാലിൽ ചിലമ്പുകളും അരയിൽ മണികളും ഉണ്ടാവും. ഇവർ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ശ്രുതിമധുരമായ മണികിലക്കവും
ചിലമ്പൊലിയും കുംഭം മീനം മാസങ്ങളിലെ വള്ളുവനാടൻ ഗ്രാമങ്ങളെ സംഗീതസാന്ദ്രമാക്കുന്നു. ഓരോ സംഘത്തിനും ഒന്നിൽ കൂടുതൽ ഭൂതങ്ങളും തിറകളുമുണ്ടാവും. വീട്ടുമുറ്റങ്ങളിൽ ഇവരുടെ നൃത്തം വളരെ രസകരമാണ്. വീടുകളിൽ നിന്ന് നൃത്തസംഘത്തിന് അരിയും നെല്ലും പണവും വസ്ത്രങ്ങളുമൊക്കെ സമ്മാനമായി കിട്ടും. ഒടുവിൽ പൂരദിവസം അതാത് ക്ഷേത്രങ്ങളിലെത്തി അവിടെയും കളിച്ച് ദേവീദർശനവും നടത്തി അവർ പിരിയുന്നു.